ഓണാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ കാഞ്ഞിരോട് കോളേജിലെ വിദ്യാർത്ഥികൾ വാഹനങ്ങളിൽ അപകടകരമാവും വിധത്തിൽ വിദ്യാർത്ഥികളെ കയറ്റി യാത്ര ചെയ്ത വാഹനം ഓടിച്ച 3 വിദ്യാർത്ഥികളുടെ ലൈസൻസാണ് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO ബി സാജുവിന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തത്. ഓണാഘോഷങ്ങളുടെ ഇടയിലും ഫെയർവെല്ലുകൾ നടക്കുമ്പോഴും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡ്രൈവർമാർ എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. ആ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് കണ്ണൂർ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്ന അറിയിപ്പ് ലഭിക്കുന്നത്. ആ അറിയിപ്പിന്റെ നടപടി സ്വീകരിക്കുന്നതിന് ഓഫീസേഴ്സിനെ അറിയിക്കുകയും അതിൽ റിയാസ് MBയും ഷൈജൻ AMVയും നടപടി സ്വീകരിക്കുകയുണ്ടായി. 3 വാഹനങ്ങൾ വിദ്യാർത്ഥികൾ അപകട ഡോറിന് സൈഡിലിരുന്നു വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു വണ്ടി ഓടിക്കുന്നതായി കണ്ടെത്തി. ആ ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അവരുടെ ലൈസൻസ് അയോഗ്യമാക്കുകയും ചെയ്തു. കൂടാതെ IDTRൽ ട്രെയിനിങ്ങിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മുകളിൽ ഇരുത്തിയും 2 ഭാഗങ്ങളിലും നിർത്തിയും അപകടകരമാവും വിധത്തിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെ വാഹനം ഓടിച്ചു പോയത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം എടപ്പാളിലുള്ള ITDRൽ നിർബന്ധിത പരിശീലനത്തിന് അയക്കുകയും സോഷ്യൽ സർവീസ് ഉൾപ്പെടെ ചെയ്യുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO ബി സാജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷൈജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.